ജനുവരി 25 രഥസപ്തമി. മാഘമാസത്തിലെ വെളുത്തുപക്ഷത്തിലെ സപ്തമിയാണ് രഥസപ്തമി. അന്ധകാരത്താൽ മൂടിയ പ്രപഞ്ചത്തിൽ കശ്യപ മഹർഷിയുടെയും ദേവമാതാവായ അദിതിയുടെയും മകനായി സൂര്യൻ പിറന്ന ദിവസം. വിഷ്ണുവിന്റെ പ്രകാശഭാവമാണ് സൂര്യൻ. അതിനാൽ സൂര്യനാരായണൻ എന്നും പറയപ്പെടുന്നു. രഥസപ്തമിയിൽ സൂര്യന്റെ ഉത്തരായന യാത്രയിലാണ് ദക്ഷിണ ഭാരതത്തിൽ ചൂട് കൂടി തുടങ്ങുന്നതും വസന്തസൂചനകൾ ആരംഭിക്കുന്നതും. സൂര്യദേവന് സഞ്ചരിക്കാൻ 7 കുതിരകളെ പൂട്ടിയ രഥം ശിവഭഗവാൻ നൽകിയത് രഥസപ്തമി ദിനത്തിലാണ്. ഈ തേരിലെ 7 കുതിരകൾ ആഴ്ചയിലെ 7 ദിനങ്ങളെയും പ്രകാശത്തിലെ 7 രശ്മികളെയും സൂചിപ്പിക്കുന്നു. സൂര്യരഥത്തിലെ 12 ചക്രങ്ങൾ 12 രാശികളെ പ്രതിനിധാനം ചെയ്യുന്നു. ജാതകത്തിൽ രവി അഥവാ സൂര്യൻ പ്രബലമെങ്കിൽ അവർക്ക് ആത്മബലവും രോഗപ്രതിരോധശേഷിയും കൃത്യനിഷ്ഠയും തത്വനിഷ്ഠയും നായകത്വവും പ്രശസ്തിയും കൂടിയിരിക്കും. ആദിത്യഹൃദയ മന്ത്രം, സൂര്യാഷ്ടകം, സൂര്യകവചം എന്നിവ ചൊല്ലി പുണ്യനദിയിൽ ഇന്നേ ദിവസം സ്നാനം ചെയ്യുന്നത് നവഗ്രഹ ദോഷങ്ങൾ മാറാനും ജീവിതത്തിൽ സൂര്യൻ പ്രബലനാവാനും ജീവിതത്തിലെ പ്രശ്നപരിഹാരത്തിനും സത്സന്താനലബ്ധിക്കും ഉത്തമമാണ്. അന്നേ ദിവസത്തെ വിശേഷാൽ പൂജ പ്രത്യങ്കിരാ പൂജ. സപ്തമി തിഥി രേവതി നക്ഷത്രം. ത്രികാലത്തിൽ വാഗീശ്വരി പ്രത്യങ്കിര രാവിലെ 6 മണിക്കും നാരസിംഹി ഉച്ചയ്ക്ക് 11:30 മണിക്കും ആധർവണ ഭദ്രാകാളി വൈകിട്ട് 6 മണിക്കും. ആചാര്യൻ സതീഷ് ബാബു. അഗ്നിയെ പ്രതിനിധീകരിക്കുന്ന പ്രത്യങ്കിരകളിൽ അക്ഷരപ്രത്യങ്കിരയെ കാലത്തും ഉഗ്രപ്രത്യങ്കിരയെ വൈകിട്ടുമായി പൂജിച്ച് ഉജ്ജ്വലിപ്പിക്കുന്ന പദ്ധതിയാണ് പ്രത്യങ്കിര പൂജ. അറിവിനും ആരോഗ്യത്തിനും മാറാരോഗങ്ങൾ മാറാനും ഈ പൂജകൾ അനുഷ്ഠിക്കാം. നേരിട്ടെത്താനാവാത്തവർക്ക് സമർപ്പണങ്ങൾ നൽകിയും പ്രത്യങ്കിരയുടെ അനുഗ്രഹം നേടാവുന്നതാണ്.